അറിവമ്മ അലിവമ്മ. ജീവിതത്തിന് ഒരു ചിട്ടയും നിഷ്ഠയും വേണം. എങ്കിൽ മാത്രമേ മറ്റൊന്നിൻ്റെയും ആശ്രയമില്ലാതെ നമ്മളിലെ ആനന്ദം നമുക്കനുഭവിക്കാൻ കഴിയൂ. അമ്മയുടെ ഈ വാക്കുകളിലൂടെ പരമമായ ആനന്ദമറിയുവാൻ നമുക്കാകട്ടെ. കേരളത്തിന്റെ ക്ഷേത്ര പാരമ്പര്യത്തിൽ സവിശേഷ സ്ഥാനമുള്ള ശ്രീ പള്ളിയറക്കാവ് ദേവീക്ഷേത്രം നൂറ്റാണ്ടുകളുടെ ചരിത്രവും വിശ്വാസവും പേറി നിൽക്കുന്ന ഒരു മഹാക്ഷേത്രമാണ്. പ്രധാന പ്രതിഷ്ഠയായ ശ്രീദേവി ഭക്തരുടെ ജീവിതത്തിൽ കരുണയും ശക്തിയും സമൃദ്ധിയും പകർന്നു നൽകുന്ന അമ്മയായി ആരാധിക്കപ്പെടുന്നു. ദേവിയുടെ സാന്നിധ്യത്തോടൊപ്പം ഭഗവാൻ ശിവന്റെയും അനുഗ്രഹം ഈ ക്ഷേത്രത്തെ കൂടുതൽ വിശിഷ്ടമാക്കുന്നു. നിർമാല്യ ദർശനം ആത്മീയമായി അതീവ പ്രാധാന്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഈ സമയത്ത് ദേവിയെ ദർശിക്കുന്നത് മനസ്സിന് ശാന്തിയും ജീവിതത്തിന് ഐശ്വര്യവും നൽകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. പുലരിയുടെ നിശബ്ദതയിൽ മുഴങ്ങുന്ന മണിനാദവും മന്ത്രോച്ചാരണവും ദീപപ്രഭയും ഭക്തരെ ആത്മീയമായ മറ്റൊരു ലോകത്തേക്ക് നയിക്കും. ശക്തിസ്വരൂപിണി ചൈതന്യദായിനി നിൻപദം തേടി വന്നേ, ശ്രീപദം കുമ്പിടുന്നേ. കേരളത്തിന്റെ പ്രാചീന ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായാണ് ശ്രീ പള്ളിയറക്കാവ് ദേവീക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. നിൻപദം തേടി വന്നേ, ശ്രീപദം കുമ്പിടുന്നേ. എന്നാവിലെന്നും നിന്റെ സങ്കീർത്തനം വിളങ്ങുവാൻ അനുഗ്രഹിക്കൂ, പാടുവാൻ നാദമേകൂ. ശ്രീ പള്ളിയറക്കാവ് ദേവീക്ഷേത്രം ഭക്തിയുടെ, സംസ്കാരത്തിന്റെ, പാരമ്പര്യത്തിന്റെ അമൂല്യ സാക്ഷ്യമാണ്. കാലമിതെത്രയും താണു ഞാൻ തൊഴുതിട്ടും എന്തേ വിഴി തുറക്കാത്തു, അമ്മേ പൂമിഴി നീ തുറക്കാത്തു. കഷ്ടമിതെത്രയും കേണു ഞാൻ പറഞ്ഞിട്ടും തേൻമൊഴി നീ അരുളാത്തു, അമ്മേ വരമൊഴി നീ അരുളാത്തു. കാലമിതെത്രയും താണു ഞാൻ തൊഴുതിട്ടും എന്തേ വിഴി തുറക്കാത്തു, അമ്മേ പൂമിഴി നീ തുറക്കാത്തു. ശ്രീരാമചരിതം കേൾക്കാൻ അത്യന്തമായ ആകാംക്ഷയോടുകൂടെ പാർവതീദേവി പരമേശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ, കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം, ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ. ശ്രീരാമദേവൻ്റെ മാഹാത്മ്യം കേൾക്കാൻ ഉള്ളിൽ വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ അതുകൊണ്ടങ്ങ് പറഞ്ഞു തരണം എന്ന് പാർവതി പ്രാർത്ഥിക്കുന്നില്ല. ഇവിടെയാണ് സമ്പ്രദായം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഇത് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടങ്ങ് പറഞ്ഞു തരൂ എന്നല്ല പ്രാർത്ഥിക്കുന്നത്.
മറിച്ച് എനിക്കിത് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അതിനുള്ള അർഹത എനിക്കുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തരുമെന്നാണ്. അർത്ഥിക്കുന്നതെല്ലാം നമുക്കൊരിക്കലും ലഭിക്കില്ല, അർത്ഥിക്കുന്നതെല്ലാം ലഭിക്കാൻ പാടുമില്ല. അർഹിക്കുന്നതാണ് ലഭിക്കുക. അർത്ഥിക്കാൻ നമുക്ക് എന്തും അർത്ഥിക്കാം. എല്ലാവരും അർത്ഥിക്കുന്ന എല്ലാം ലഭിച്ചാൽ ഈ പ്രപഞ്ച വ്യവസ്ഥ തന്നെ താറുമാറാകും. അതുകൊണ്ട് അർത്ഥനയോടൊപ്പം അർഹത നേടണം. ഏത് വിഷയമായാലും. അത് അറിവ് നേടുന്ന വിഷയത്തിൽ മാത്രമല്ല, എന്ത് നേടുന്ന വിഷയത്തിലും അർത്ഥനയേക്കാൾ പ്രധാനം അർഹതയാണ്. ഈ അർഹത നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്, നമ്മൾ സൽക്കർമ്മങ്ങളിലൂടെ നേടുന്നതാണ്, ദൃഢമായ ഇച്ഛയിലൂടെ നേടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് ശ്രീരാമതത്വം കേൾക്കാൻ എന്ന് പറഞ്ഞ ഉടനെ പാർവതീദേവി പറയുകയാണ്, ഞാൻ അത് കേൾക്കാൻ അധികാരിയാണെങ്കിൽ, അതായത് അതിന് പാത്രമെങ്കിൽ, അതിനുള്ള പാത്രത്വം എനിക്കുണ്ടെങ്കിൽ, ഹേ കാരുണ്യാംബുധേ, കാരുണ്യത്തിന് സമുദ്രമായവനെ, അതിരറ്റ അളവറ്റ കാരുണ്യത്തോടൊത്തവനെ, കാരുണ്യക്കടലേ, കനിഞ്ഞ് അരുളി ചെയ്തിടണം. അനുഗ്രഹബുദ്ധിയോടുകൂടി ദയവായി എന്നോട് അരുളി ചെയ്യണമേ. ആരും നിൻ തിരുവടിയൊഴിഞ്ഞില്ല അതു ചൊൽവാൻ. ശ്രീരാമ തത്വത്തെ, ശ്രീരാമ മഹിമയെ എനിക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരാൻ മറ്റാരും തന്നെ ഇല്ല. ചരിതം, ജീവചരിത്രം പലർക്കും പറയാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ശ്രീരാമ തത്വം ഉപദേശിക്കണമെങ്കിൽ സ്വയം തത്വീഭൂതനായ ആൾക്ക് മാത്രമേ സാധിക്കൂ. സാക്ഷാത്കാര സമ്പന്നന് മാത്രമേ, വിജ്ഞാനിക്ക് മാത്രമേ സ്വരൂപത്തെക്കുറിച്ച് ഉപദേശിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങൊഴിഞ്ഞ് ഇത് പറഞ്ഞു തരാൻ എനിക്ക് മറ്റാരുമില്ല, അതുകൊണ്ട് ഞാൻ പാത്രമാണെങ്കിൽ അങ്ങ് പറഞ്ഞു തരൂ എന്നുള്ളത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ആശയം പറഞ്ഞു, ആവർത്തിക്കുകയാണ്. അതിനുള്ള പാത്രത്വം എനിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ ആശയം നമ്മൾ സദാ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഏതൊരു ലബ്ധിക്കും നമ്മൾ പാത്രത്വം വളർത്തിയെടുക്കുക, അധികാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മുഖ്യം. അല്ലാത്ത പക്ഷം അയാൾ എനിക്ക് പറഞ്ഞു തന്നില്ല, ഇയാൾ എനിക്ക് പറഞ്ഞു തന്നില്ല എന്നൊക്കെ നമ്മൾ പലരെക്കുറിച്ചും ദോഷം ആരോപിച്ചെന്ന് വരെ വരും. അപ്പം അതുകൊണ്ട് സ്വയം പാത്രത്വം വളർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ജ്ഞാനപ്രാപ്തിക്ക് വിശിഷ്യ ഏകമായ അവലംബം. അത് ഓർമ്മിക്കേണ്ടതാണ്. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ആദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ഈശ്വരിയായ കാർത്യായനി, പാർവതി, ഭഗവതി, ഇത് എഴുത്തച്ഛൻ്റെ ഒരു സവിശേഷതയായിട്ട് അങ്ങോളം നമുക്ക് കാണാം. എവിടെ ദേവതാസ്തുതി വരുന്നുണ്ടോ, എവിടെ മഹാന്മാരുടെ നാമനിർദ്ദേശം ചെയ്യേണ്ടതുണ്ടോ, എവിടെ ദേവതകളെ വർണ്ണിക്കേണ്ടതുണ്ടോ, അവിടെയൊക്കെ ഭക്തി പാരവശ്യം കൊണ്ട് അനേക പദാവലികൾ അങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. അതൊരു ഭക്തിയാവേശിത ഭാവത്തിൽ സഹജമായി സ്വാഭാവികമായി ഉള്ളിൽ നിന്നിങ്ങനെ ഉദ്ഭവിച്ച് ഒഴുകുക. അതൊരു മഹാത്ഭുതമാണ്. ഇവിടെ ആ വിശേഷം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തതു കേട്ട്, ചോദിച്ചത് കേട്ട് തെളിഞ്ഞു ദേവൻ ജഗദാദ്യൻ, ജഗത്തിന് മുഴുവൻ ആദി കാരണമായ ഭഗവാൻ ഈശ്വരൻ, സാക്ഷാൽ സർവജഗത്തിനെയും ഈശ്വരൻ ചെയ്യുന്നവൻ മന്ദഹാസം പൂണ്ട് അരുൾ ചെയ്തു. ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന്, ശ്രീരാമനെക്കുറിച്ച് പറയുകയാണെങ്കിലും
ശ്രീകൃഷ്ണനെക്കുറിച്ച് പറയുകയാണെങ്കിലും മഹാവിഷ്ണുവിനെക്കുറിച്ച് പറയുകയാണെങ്കിലും പരമശിവനെക്കുറിച്ച് പറയുകയാണെങ്കിലും ഒക്കെ ഒരേ പദാവലികൾ തന്നെയാണ് വരുന്നത്. ജഗദാദ്യൻ, ജഗദീശ്വരൻ. താത്പര്യം ശൈവ വൈഷ്ണവാദി ഭേദങ്ങൾ ഒട്ടും ഇല്ലെന്നും ശൈവന്മാരുടെ ശിവനും വൈഷ്ണവന്മാരുടെ വിഷ്ണുവും ശാക്തേയരുടെ ശക്തിയും ഗാണപത്യരുടെ ഗണപതിയും ശൗര്യരുടെ സൂര്യനും സ്കാന്ദരുടെ സ്കന്ദനും എല്ലാം ഒരേ തത്വമാണെന്നും ഒരേ ഈശ്വരൻ്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളോ ഭാവങ്ങളോ നാമങ്ങളോ ആണ് ഈ വൈവിധ്യങ്ങളൊക്കെ എന്നുള്ളതും വിശേഷമായി സൂചിപ്പിക്കപ്പെടുകയാണ്. രാമനെക്കുറിച്ച് പറയുമ്പോൾ അതേ വർണ്ണനയാണ് പരമേശ്വരനെക്കുറിച്ച് പറയുമ്പോഴും, അതേ വർണ്ണനയാണ് ആദിനാരായണനെക്കുറിച്ച് പറയുമ്പോൾ. ഇത് ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണെന്നുള്ളതിലേക്ക് വ്യക്തമായി വിരൽ ചൂണ്ടുന്ന വർണ്ണനാവിശേഷങ്ങളാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, തത്വവിജ്ഞാനികളായ മഹാപുരുഷന്മാർക്ക് ശരിയായ ജിജ്ഞാസയോടുകൂടി ഒരാൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി അവരിൽ നിന്ന് സന്തോഷഭാവം പ്രകടമാകും. മഹാപുരുഷന്മാരെപ്പോഴും സന്തുഷ്ടർ തന്നെയാണെങ്കിലും വ്യാവഹാരിക തലത്തിൽ ശരിയായ ജിജ്ഞാസുക്കൾ ശുദ്ധമായ ജിജ്ഞാസയെ പ്രകടമാക്കിക്കൊണ്ട് തത്വ ഉപദേശത്തിന് അപേക്ഷിക്കുമ്പോൾ അത് ഏറ്റവും സന്തോഷകരമായി പ്രകാശപ്രദമായി അവർക്ക് വരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മന്ദഹാസം പൂണ്ട് അരുൾ ചെയ്തു. മന്ദഹാസത്തോടുകൂടി തൻ്റെ സന്തോഷഭാവത്തെ പ്രകടമാക്കിക്കൊണ്ട് പരമശിവൻ പറയുകയാണ്, ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ. നോക്കൂ, നേരത്തെ പറഞ്ഞ അതേ വിശേഷമാണ്. എത്ര സംബോധനകളായി ഇങ്ങനെ ഒഴുകി വരുന്നേ. ധന്യയായിട്ടുള്ളവളെ, ഈശ്വരതത്വത്തെ ചോദിച്ചത് കൊണ്ട് തന്നെ നീ ധന്യയാണ്, വല്ലഭശാലിനിയാണ്, ഗിരികന്യയാണ്. ഗിരികന്യ പർവ്വതകന്യ, പാർവതി പർവ്വതപുത്രി, ഭദ്രേ മംഗളസ്വരൂപിണി. ഈ ചോദ്യം നീ ചോദിച്ചത് കൊണ്ട് നീ പരാഭക്തയാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രശംസിക്കുകയാണ്, നിന്നോളം ആർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ. ഹേ നാഥേ, നിന്നോളം ആർക്കാണ് ഭഗവത് ഭക്തിയുള്ളത്? ആർക്കുമില്ല. നീ പരമമായ ഭക്തിഭാവത്തോടു കൂടിയവളാണെന്ന് പ്രശംസിക്കുകയാണ്. അങ്ങനെ പ്രശംസിച്ച് സാധകൻ്റെ ശ്രദ്ധയെ ഒന്നുകൂടി ആകർഷിച്ച ശേഷമാണ് തത്വോപദേശം ചെയ്യുന്നത്. ആ ഒരു ശൈലി, സാമ്പ്രദായികമായ ശൈലി ഇവിടെ എടുത്തു കാണിച്ചിരിക്കുകയാണ്. അതിനായിക്കൊണ്ട് ഉപദേശ ആരംഭത്തിൽ ജിജ്ഞാസുവിനെ ഗുരുനാഥൻ പ്രശംസിക്കുന്നു. എന്നിട്ട് പറയുകയാണ് ശ്രീരാമ തത്വത്തെ. ആ ഭാഗം നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജനനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പുത്രദുഃഖത്താൽ വിഷമിച്ചിരുന്ന ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി എന്ന യാഗം ഋഷ്യശൃംഗ മഹർഷിയെ കൊണ്ട് നടത്തുന്നു. അതിൻ്റെ ഉൽപ്പന്നമായി കിട്ടിയ പായസം സേവിച്ചാണ് 4 മക്കൾ ദശരഥ മഹാരാജാവിന് ഉണ്ടാകുന്നത്. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ഒടുവിലത്തെ ആളാണ് ശത്രുഘ്നൻ. ആരാണ് ശത്രുഘ്നൻ? രാമായണത്തിൽ അത്രയധികം പ്രാധാന്യം കൽപ്പിക്കാതെ പോയ ഒരു കഥാപാത്രമാണ് രാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള ശത്രുഘ്നൻ. ആരാണ് ശത്രുഘ്നൻ എന്നൊന്ന് നമുക്ക് ലഘുവായി മനസ്സിലാക്കാം. സാക്ഷാൽ ആദിനാരായണ സ്വരൂപനായിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ് രാമാവതാരത്തിൽ ഭൂമിയിൽ പ്രകടമായത്. ഭഗവാനോടൊപ്പം തന്നെ ഭഗവാന്റെ വിഭൂതികളും ഭൂമിയിൽ ജനിച്ചു. ലക്ഷ്മണൻ അനന്തന്റെ അംശമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. ഭരതൻ ഭഗവാന്റെ പാഞ്ചജന്യമാണ്. ആരാണ് ശത്രുഘ്നൻ? ഒറ്റ ഉത്തരമേ അതിനുള്ളൂ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ഭഗവാനെ എപ്പോഴും നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ചക്രപാണി എന്നുള്ളത്. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ കൈകളിലുള്ള സുദർശനം തന്നെയാണ് ശത്രുഘ്ന സ്വാമിയായി നമ്മുടെ ഭൂമിയിൽ അവതാരമെടുത്തത്. ശത്രുഘ്നനെ കുറിച്ച് രാമായണം അതിവിപുലമായിട്ടൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും നല്ലൊരു സഹോദരനായിരുന്നു അദ്ദേഹം.
ഏറ്റവും സഹോദര സ്നേഹമുള്ള ഒരു കഥാപാത്രമായിരുന്നു ശത്രുഘ്നൻ എന്ന് രാമായണം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്നാണല്ലോ ദശരഥന്റെ കൈകളിൽ നിന്ന് 2 വരങ്ങൾ കൈകേയി ചോദിച്ചു വാങ്ങുന്നത്. 1 രാമനെ കാട്ടിലേക്ക് അയക്കണം, 2 ഭരതനെ രാജാവാക്കണം. ഈ വരങ്ങൾ ചോദിച്ചു വാങ്ങുന്ന സമയത്ത് ശത്രുഘ്നനും അയോധ്യയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭരതനോടൊപ്പം ഭരതന്റെ അമ്മയായിട്ടുള്ള കൈകേയിയുടെ രാജധാനിയായിട്ടുള്ള കേകയത്തിലായിരുന്നു. കേകയത്തിൽ സമയം ചെലവിട്ടുകൊണ്ടിരിക്കുന്ന ശത്രുഘ്നനാണ് എന്തെല്ലാം അശുഭ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്ന് ആദ്യമായി ഭരതനെ അറിയിക്കുന്നത്. ജ്യേഷ്ഠ, അയോധ്യയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഞാൻ കാണുന്നത് മുഴുവൻ അശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ശത്രുഘ്നൻ ഭരതനെ അറിയിക്കുന്നു. ഇത് തീർച്ചപ്പെടുത്തിയ ഭരതനാണ് ഉടൻ തന്നെ നമുക്ക് അയോധ്യയിലേക്ക് പോകണം എന്ന് കൽപ്പിക്കുന്നത്. അവർ 2 പേരും ചേർന്ന് അയോധ്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ 2 അപകടങ്ങൾ അയോധ്യയിൽ നടന്നിരുന്നു. 1 പുത്രശോകത്താൽ അവരുടെ താതനായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ മരണം, 2 രാമൻ സ്വയം വനത്തിലേക്ക് സീതയോടും ലക്ഷ്മണനോടൊപ്പം യാത്ര ചെയ്യുന്നു. ഈ 2 അപകടങ്ങളും മനസ്സിലാക്കാതെ എത്തുന്ന ഭാരത ശത്രുഘ്നന്മാർ, അതിൽ പ്രത്യേകിച്ച് ശത്രുഘ്നൻ വളരെ കോപാകുലനായിട്ടാണ് പ്രതികരിക്കുന്നത്. തൻ്റെ ജ്യേഷ്ഠൻ തന്നെ വിട്ടു പോകാൻ കാരണമായിട്ടുള്ള, തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള മന്ധര എന്ന് പറയുന്ന കഥാപാത്രത്തെ ആക്രമിക്കാൻ മുതിരുന്ന ഒരു ശത്രുഘ്നനെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നു. ഉടൻ തന്നെ ഇവളെ കൊല്ലണം എന്നാണ് ശത്രുഘ്നൻ പറയുന്നത്. അത്ര കണ്ട് ഒരു രോഷം, അത്ര കണ്ട് മന്ധരയോടുള്ള വിരോധം ശത്രുഘ്നന് ഉണ്ടായിരുന്നു. ആ ശത്രുഘ്ന സ്വാമിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഭരതൻ രാമനെ കാണാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്നതും പാതുക പട്ടാഭിഷേകം നടത്തി രാമരാജ്യം പിന്നീടുള്ള കാലം ഭരിക്കുകയും ചെയ്യുന്നത്. ആ ശത്രുഘ്ന സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കേരളത്തിലുള്ളത്, കേരളത്തിലെ 4 അമ്പലങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ പായമ്മൽ ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ ശത്രുഘ്ന സ്വാമിയുടെ വിഗ്രഹം ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം തന്നെയാണ്. എങ്കിലും അതിൽ സാന്നിധ്യം ചെയ്യുന്നത് ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ ചൈതന്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രാമായണ മാസക്കാലത്ത് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തരും അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള സുദർശന ചക്രം സമർപ്പിക്കൽ എന്ന ഒരു വഴിപാട് ചെയ്യുന്നതായി കാണാറുണ്ട്. ശത്രുദോഷം മാറാൻ വേണ്ടി ഇത്തരത്തിലുള്ള വഴിപാടുകൾ ആ ക്ഷേത്രത്തിൽ യഥേഷ്ടം നടക്കുന്നുണ്ട്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പായമ്മൽ ക്ഷേത്രത്തിൽ നിന്ന് സുദർശന ചക്രം പൂജിച്ച് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യവും കാണാറുണ്ട്. ഭഗവാന്റെ സുദർശന ശക്തിയായിട്ടുള്ള ആ ശത്രുഘ്ന സ്വാമി രാമായണത്തിൽ അത്ര വിപുലമായിട്ടൊന്നും പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിലും രാമന്റെ സഹോദരങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ രാമനോട് അതിരിറ്റ വാത്സല്യമുണ്ടായിരുന്ന ആൾ തന്നെ ആയിരുന്നു ശത്രുഘ്നൻ എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് രാമ സഹോദരന്മാരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിലൂടെ രാമനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഈ രാമായണ മാസക്കാലത്ത് സാധിക്കട്ടെ. എല്ലാവർക്കും പായമ്മൽ ശത്രുഘ്ന സ്വാമിയുടെ വരദാനം ഉണ്ടാവട്ടെ. യഥാർത്ഥ ശത്രുക്കൾ നമ്മുടെ മനസ്സിലുള്ള കാമക്രോധ ലോഭ ചിന്തകൾ തന്നെയാണ്. ആ ശത്രുക്കളെയാണ് ശത്രുഘ്ന സ്വാമി ഇല്ലാതാക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പായമ്മല് ചെന്ന് നമ്മളൊരു സുദർശന ചക്രം സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചെന്ന് ശത്രു സംഹാര പൂജ നടത്തുമ്പോൾ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ഭഗവാനെ ശത്രുഘ്ന സ്വാമി, അങ്ങ് എൻ്റെ മനസ്സിലുള്ള ആ മുഴുവൻ ചീത്ത ചിന്തകളെയും കാമക്രോധ ലോഭ ചിന്തകളെയും അങ്ങയുടെ കരുത്താർന്ന ചക്രം കൊണ്ട് ഛേദിക്കണേ എന്ന് മാത്രമാണ്. അങ്ങനെ മനസ്സ് കൂടുതൽ രാമനിലേക്ക് എടുക്കാൻ സുദർശനം, ശരിയായിട്ടുള്ള ദർശനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പായമ്മൽ ശത്രുഘ്ന സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കഥാപാത്ര വിചാരം ശത്രുഘ്ന സ്വാമിയുടെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ചിന്ത
അരക്കന്റെ അസ്തമിക്കാത്ത അഹങ്കാരം ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും കടന്നു വരാനാകാത്ത ഈ മഹാദുർഗത്തിൽ അല്പനായ ഒരു വാനരൻ കടന്നു കയറിയിരിക്കുന്നു. ഇന്ദ്രനെ പോലും ജയിച്ചവൻ, കൈലാസം എടുത്ത് അമ്മാനമാടിയവൻ, ഇങ്ങനെ 100 ബിരുദങ്ങളാ നീത്തല ഞാനിനി എങ്ങനെ ഉയർത്തിപ്പിടിക്കും? പറയൂ സ്നേഹിതരെ, രാവണന്റെ യുഗം അസ്തമിക്കുകയാണോ? പ്രഭു, രാക്ഷസകുലത്തിന്റെ വീര്യം കെടുത്തുന്ന ഒരു വാക്കും അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെട്ടുകൂടാ. രാവണയുഗത്തിന് ആരംഭം മാത്രമേ ഉള്ളൂ, അസ്തമയമില്ല. മത്തഗജന്റെ മസ്തകം തകർക്കുന്ന മഹാകേസരിയുടെ കുഞ്ചുരോമങ്ങൾ വലിച്ചു പറിക്കുന്ന മരഞ്ചാടികളെ നാം കണ്ടിട്ടുണ്ട്. അവ വീര്യമല്ല മഹാരാജൻ, വികൃതിയാണ്. ഇവിടെയും അത്രേ കരുതേണ്ടതുള്ളൂ. മഹാമന്ത്രി പ്രഹസ്തൻ ചതുരുപായങ്ങളിൽ മാത്രമല്ല ചതുരമായ സംഭാഷണത്തിലും കേമനാണ്. മഹാനന്ദ്രേ, സത്യാവസ്ഥ നമ്മൾ ചിന്തിക്കണം. ദൂതന്റെ വികൃതിയാണ് നമ്മൾ ഈ കാണുന്നെങ്കിൽ നാഥന്റെ വീര്യം എന്തായിരിക്കും? അതുകൊണ്ട് രാമനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മന്ത്രിമാരാലോചിക്കണം. ജ്ഞാനദൃഷ്ടിയുള്ള മന്ത്രിമാർ ഒന്നിച്ചിരുന്ന് ആലോചിക്കുന്നതാണ് ഉത്തമമായ മന്ത്രാലോചന. 1000 വാനരന്മാരുടെ പിൻബലത്തിൽ രാമൻ ഈ മഹാസമുദ്രം കടന്ന് ലങ്കയിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രാമനെ നേരിടാനുള്ള ഉപായം എന്തെന്ന് പറയുവിൻ. മഹാരാജൻ, ഈ ഭൂമിയിലെ സർവ്വജീവജാലങ്ങളും ഇന്ദ്രാദി ദേവന്മാരും വന്നാലും അങ്ങയെ എതിർത്ത് ജയിക്കാനാവില്ല. പിന്നെയാണോ വാനരങ്ങൾ? ഈ ഭൂമിയിലെ സർവ്വ വാനരങ്ങളെയും നശിപ്പിച്ച് ഈ ഭൂമി വാനരാശൂന്യമാക്കാൻ ഞാൻ മാത്രം മതിയാകും. മഹാരാജൻ, അങ്ങും സഭാവാസികളും പോയി സ്വസ്ഥമായി വിശ്രമിച്ചാലും ഞാൻ പോയ രാമനെയും ലക്ഷ്മണനെയും സകല വാനന്മാരെയും ഒറ്റയ്ക്ക് നിഗ്രഹിച്ചു തരാം. വേണ്ട, ആരും പോകേണ്ട, ഞാൻ പോകാം. എനിക്കടങ്ങാത്ത വിശപ്പാണ്. രാമനെയും ലക്ഷ്മണനെയും സകല വാനരങ്ങളെയും ഞാൻ തിന്നു തീർത്തേക്കാം. വേണ്ട, ആരും ഒറ്റയ്ക്ക് പോകേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. മഹാരാജൻ, അങ്ങ് വിശ്രമിച്ചാലും. ജ്യേഷ്ഠ രാക്ഷസ കുലാധിപ, ചതുരുപായങ്ങളിലെ സാമവും ദാനവും ഭേദവും പരാജയപ്പെടുന്നിടത്തെ ദണ്ഡത്തിന് സ്ഥാനമുള്ളൂ. അപമാനിക്കപ്പെട്ടവർ, നിർഭാഗ്യവാന്മാർ, ഇവരൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം എതിരിടാൻ. ലങ്കയ്ക്കും ലങ്കാധിപനും എന്ത് അപരാധമാണ് രാമൻ ചെയ്തിട്ടുള്ളത്? അങ്ങനെ നമുക്ക് ദോഷം പ്രവർത്തിച്ചിട്ടില്ലാത്ത രാമന്റെ പത്നിയെ ജനസ്ഥാനത്തു നിന്ന് അപഹരിച്ചു. അങ്ങയുടെ ആയുസിനും യശസ്സിനും ഹിതകരമല്ല കർമ്മം. മറ്റൊരർത്ഥത്തിൽ അത് മഹാപാപവുമാണ്. അതുകൊണ്ട് അങ്ങ് കട്ടുകൊണ്ടുവന്ന മനുഷ്യാങ്ങനെ ലങ്കയിൽ നിന്ന് ഉപേക്ഷിക്കണം. സീതയെ രാമന് തിരികെ നൽകണം. മഹാരാജാവേ, പ്രഭു, എന്റെ ഹിതവാക്യം അവിടുന്ന് ചെവിക്കൊണ്ടാലും ലങ്കയ്ക്ക് നാശമുണ്ടാകാതിരിക്കാൻ അതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കൂടി കേൾക്കാൻ സന്മനസ്സുണ്ടാകണം. എന്താ പുതിയ സന്മാർഗോപദേശം? രാവണൻ സീതയെ രാമന് സമർപ്പിച്ച് സാഷ്ടാംഗം വണങ്ങണോ? ഇല്ല ജ്യേഷ്ഠ, അത് രാമൻ പോലും പറയില്ല. പക്ഷേ ഒന്നോട്ട് മഹാരാജൻ, സീത എന്നാണോ ഈ ലങ്കയിൽ എത്തിയത് അന്നു മുതൽ ഇവിടെ ദുർനിമിത്തങ്ങളുടെ ഘോഷയാത്രയാണ്. അത് സീതയുടെ സാന്നിധ്യം കൊണ്ടല്ല, അങ്ങ് ചെയ്ത ദുഷ്കർമ്മം കൊണ്ടാണ്. മഹാരാജൻ, രാജാവിന്റെ സൽക്കർമ്മ ഫലമാണ് പ്രജകൾ അനുഭവിക്കേണ്ടത്, ദുഷ്കർമ്മ ഫലമല്ല. അങ്ങ് ചെയ്ത ഈ പാപത്തിന്റെ പേരിൽ വംശത്തിനും ദേശത്തിനും നാശം ഭവിക്കും. അതുകൊണ്ട് അവിടുന്ന് കനിഞ്ഞ് സീതാദേവിയെ രാമന് തിരികെ നൽകണം. ഇല്ലെങ്കിൽ ലങ്കയുടെ നാശമാണ് ഉണ്ടാവുക എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിഭീഷണ, ജന്മനാൽ തന്നെ നീ ഒരു ഭീരു, രാക്ഷസവീര്യം തൊട്ടു തീണ്ടിട്ടില്ലാത്ത നിർഗുണൻ. നിനക്ക് ഭയപ്പെടാം, പക്ഷെ രാവണനതാവില്ല. അതിന് തക്ക കാരണവുമില്ല. ലങ്കയിലിരിക്കുന്ന സീതയെ രാമനിന് ലഭിക്കില്ല വിഭീഷണ. സമസ്ത ദേവന്മാരെയും ചേർത്ത് പടകൂട്ടിയാലും രാമന് രാവണനെ ജയിക്കാനാവില്ല. പോ, കൺമുന്നിൽ നിന്ന് പോ. മഹായുദ്ധങ്ങളാണ് രാവണന്റെ ശക്തി. ആ ശക്തി ഇനിയും വർദ്ധിക്കണം. അതിന് യുദ്ധം വേണം, ജയം വേണം. പോ, കൺമുന്നിൽ നിന്ന് പോ.
तपोवनादि गमनम् हत्वा मृगं काञ्चनम् वैदेही हरणं जटायुमरणं सुग्रीव संभाषणम्